ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ വീണ്ടും തിരിച്ചെത്തി ഗൈസ്. ബെറ്റർ മൈൻക്രാഫ്റ്റ് വെയിറ്റ്. എന്തിനാ നീ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചെത്തിയെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡാണ് ഗൈസ്. ഈ ബെറ്റർ മൈൻക്രാഫ്റ്റില്ല, ബെറ്റർ ഓൺ ബെഡ്റൂക്ക്. അപ്പോൾ ഗൈസ്, ഇത് ഭയങ്കര ഹാർഡാണ്. എന്നിട്ട് ഞാൻ നിർത്തിയ സാധനം പിന്നെ നീ ഇട്ടെന്ന് ചോദിച്ചാൽ, കുറേ ആൾക്ക് എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നതും ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് കളിക്കാൻ വിചാരിച്ചു ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാരാ ഗൈസ്? കരടിയാ? ഇത് സാധാ പശു ഗൈസ്. പിന്നെ നമ്മളെ ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇതിൻ്റെ പേരൊന്നുണ്ട് ഗൈസ്, ചെമ്പ് ചേട്ടൻ്റെ. ഫസ്റ്റ് തന്നെ അവിടെ എന്തോ ഒരു വൈറ്റിൽ എന്തോ സ്ട്രക്ചറാണ് ഗൈസ്. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അതിന് പേര് എന്താ ഗൈസ്? ഡ്രാഗനാ? സൗണ്ട് ഉണ്ടാക്കാണ്ട് പോവാ ഗൈസ്. അത് കണ്ട് വരുന്നുണ്ട്. അതോ ഫസ്റ്റ് അടി. ഇതെത്രയാ ഗൈസ്? കുറേ സൂടുണ്ടല്ലോ. നമ്മളെയും കാറ്റിട്ട് കേട്ട് ഇങ്ങനെ ഗൈസ്. ഒറ്റ ഓട്ടോ ഓടാ ഗൈസ്. ഓടിക്കോ. അതിങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗൈസ്. ഓടിക്കോ. എന്തിനല്ലോ പടച്ച വിട്ടി നടന്നു. 5-6 ഉണ്ട് ബാക്കിൽ. നിർത്താണ്ട് ഓടിക്കോ. എന്തായാലും നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റിലായാലും ഒരു പ്ലെയിനായ സ്ഥലത്താണ് ഗൈസ് എത്തിയത്. അതാ ഗൈസ്, ബെല്ലിപ്പം എൻ്റെ തലയിലോട്ട് പോകും. അതിലിപ്പോൾ തലയിലോട്ട് പോലെ ഗൈസ്. ചത്ത എന്താ ഗൈസ് ആയി ചാവാത്ത? ഇത് ഹലോ, നമ്മളെന്തായാലും ചെറിയ ഗ്രോവിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ആദ്യം നമുക്ക് തന്നെ ഫസ്റ്റ് ഫുഡ് കളക്ട്. പഴയ വേൾഡ് എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത് പോയിട്ടില്ല. ആ വേൾഡ് തന്നെ ഒരു പ്രശ്നം വേറെ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാർട്ട് പോവാണ് വീഡിയോയിൽ. നമ്മൾ 4 സീരീസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ ഓരോന്നായിട്ട് വരും, ചിലപ്പോൾ ഒരു ദിവസം 2 വരും. ഇങ്ങനെ വരാമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. കാരണം 1 ബ്ലോക്ക് ഉണ്ട്, ലെറ്റ്സ് പ്ലേ ഉണ്ട്, ലക്കി 1 ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഇതാ ബെറ്റർ മൈൻക്രാഫ്റ്റ് 4 ഗൈസ്. ഇനി 5-മതൊന്നും കൂടി വരുന്നുണ്ട്. നമ്മൾ സ്വന്തം MC ലൈഫ് വരുന്നുണ്ട് ഗൈസ്. അത് ഏപ്രിൽ 16 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അങ്ങോട്ട് അധികം അതായിരിക്കും. വലുതായിട്ട് നമ്മുടെ ഈ വീഡിയോസ് ഒന്നും കാണാൻ സാധ്യതയില്ല ഗൈസ്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അവിടെ കുറച്ച് ഫുഡ് കാണുന്നുണ്ട്. പിന്നെ ഗൈസ് വിഷുവല്ലേ, ഫുള്ള് പടക്കം പൊട്ടിക്കാൻ കുറച്ച് സൗണ്ടിൻ്റെ ഇതുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ഗൈസ്. നമുക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് എടുക്കാം ഗൈസ്. ഫുഡിൽ അത്യാവശ്യം ഉണ്ട്. ഇപ്പം തന്നെ നമ്മളെ ഹങ്കർ നോക്കി ഗൈസ്. ഏതോ ഒരു വീഡിയോ ചോദിച്ചു റിസോഴ്സ് പാക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ അവിടെ സ്ട്രക്ചർ അത് കുറച്ച് ബ്യൂട്ടി, നമുക്ക് നമ്മൾ ബേസ് ഗൈസ്. എനിക്കത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു ചൈനീസ് സ്റ്റൈൽ ഹൗസ് ഗൈസ്. അവിടെ കുറച്ച് ഫുഡ് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം എൻചാൻറ്റഡ് ഗൈസ്. സോംബി അടക്കം നമുക്ക് ഹെൽത്തില്ല, ഫുഡ് ഒന്നുമില്ലേ? എന്താണ് ഗൈസ് ഞാനിങ്ങനെ വെറുതെ ഫുഡ് കളക്ട് ചെയ്ത്. ചീന ആപ്പിളല്ലേ നമ്മുടെ ഗെയിമിൽ? അങ്ങനെ നമ്മളെ ഹങ്കർ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ പറയാം ഗൈസ്. ഒരു ചൈനീസ് വൈബ് ഗൈസ്. ഇടാം, ഇതായിരിക്കും നമ്മുടെ ബേസ് ഗൈസ്. ഇതല്ല എന്നാലും ഇതെന്താ സംഭവം? വേസ്റ്റോൺ, ഇതെന്താ സംഭവം നമുക്കറിയില്ല ഗൈസ്. ഏഡ് വേസ്റ്റോൺ ഏഡ് എന്താ ഗൈസ്, എന്ത് സംഭവം?
എന്താ പുകയിലും പിന്നെ ഓ നമുക്ക് തീരുന്നേ. നമ്മൾ വേറെ ഇതേപോലത്തെ വേസ്റ്റ് സ്റ്റോൺ ഉണ്ടാൽ അവിടെ നമുക്ക് ബേസ് സെറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ ആ വേസ്റ്റ് സ്റ്റോണിലോട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇത് നമ്മളെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ എല്ലാം വീഡിയോയിലെല്ലാം കണ്ടില്ല ഗൈസ്. ടെൻ്റ് എന്തോ കാണുന്നുണ്ട് ഗൈസ്. വേസ്റ്റ് സ്റ്റോൺ ആക്കിയിട്ട് എന്താ സംഭവം എന്നൊന്ന് വിശദമായി ഒന്ന് പരിശോധിക്കുക ഗൈസ്. ഇപ്പോൾ ഇതാ ഗൈസ് നമ്മൾ അതേ സ്ട്രക്ചർ പോലത്തെ വേറൊരു സ്ട്രക്ചറിലെത്തിയിട്ടുണ്ട്. ഇന്ന് ലൂട്ടിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് നോക്കാം. ഗൈസ് നമ്മൾ കീൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേസ്റ്റ് ഇട്ടുണ്ട് ഗൈസ് വേസ്റ്റ്. സെറ്റ് ചെയ്താൽ കീഴിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റുക. എന്താണ് ഗൈസ് എനക്കൊന്നും തിരിയുന്നില്ല. വേസ്റ്റ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ലല്ലോ. ഗ്ലോബിലൊക്കെ ഓണാക്കണം. എക്സ്പി ലെവലിലൊന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ആയാലും ആ സംഭവത്തിലേക്ക് കിടക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ഡയമണ്ട് കുറച്ചധികം കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ ഒരു ഡയമണ്ട് ആർമർ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ആകുന്നുണ്ട് ഗൈസ്. അയൺ ആർമർ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ചെസ്റ്റ് ഉണ്ട്. ഇതിലിപ്പം കുറേ ഡയമണ്ടും കുറേ എമറാണ്ടും ഉണ്ട് ഗൈസ്. അതിൽ തന്നെ വെച്ചേ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ട്രേഡ് ഫാമിലും സെറ്റ് ചെയ്യണമെങ്കിൽ അയൺ ഫാമും ഇതെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു വില്ലേജ് വേണം ഗൈസ്. ഇല്ല നമ്മൾ ഏത് ഭാഗത്തുനിന്നാണ് ഗൈസ് വന്നേ പോണേ? ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോ? ഇവിടെ മറ്റേത് പോയിട്ടില്ല ഗൈസ്. മറ്റേത് എടുത്തുണ്ട്. ഇതിൻ്റെ അടുത്ത് ചുറ്റിയിട്ടൊന്ന് വില്ലേജ് ഉണ്ടോ നോക്കാം. വില്ലേജ് ഇല്ല. നമുക്ക് നമ്മളെ തിരിച്ച് ആ സ്ട്രക്ചറിലേക്ക് പോകാം ഗൈസ്. നമ്മളെന്തായാലും അവിടെ നിന്ന് ബെഡ് എടുത്തുകൊണ്ട് ആയില്ല ഗൈസ്. ഇവിടെ കുറച്ച് ഫുഡ് കണ്ടു. ഫുഡ് നമുക്കെന്തായാലും ഇപ്പം അങ്ങോട്ട് പോകണ്ട. നമുക്കൊന്ന് ഈ മൗണ്ടെയിൻ്റെ മേലിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ബെറ്റർ മൈൻക്രാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗൈസ്. നെതറിലേക്കൊന്ന് പോകണം ഗൈസ്. ഇത് ബെറ്റർ ഓൺ ബെഡ് റോക്ക് ആയതുകൊണ്ട് നെതറൊന്നുമില്ല, സാധാ പോലെ ആയിരിക്കും ഗൈസ്. എൻ്റെ സാധാ പോലെ അതിനാണ് എക്സ്പ്ലോർ ചെയ്തത് ഗൈസ്. എൻ്റെ സാധാ അതിലത്തെ എൻ്റർമാൻ പോലും ഇല്ല ഗൈസ്. പക്ഷെ അതിൽ എൻ്റർ ഡ്രാഗൺ ഭയങ്കര പവർഫുൾ ഗൈസ്. വിചാരിക്കുന്ന പോലെ ഒന്നല്ല. രാവിലെ എത്ര പെട്ടെന്ന് അവിടെ കുറച്ച് പംകിൻ ഉണ്ട്. പക്ഷെ നമുക്കത് ആവശ്യമില്ല. വേറെ സ്ട്രക്ചറൊന്നും ഇല്ല ഗൈസ്. ഇല്ല നമ്മളെ ഹങ്കർ ബാർ എത്ര കുറയുന്നേ. പിന്നെ അറിയാമല്ലോ ഞാനൊരു തീറ്റിക്കൊണ്ടുവരാം. എവിടെ ഫുഡ് ഉണ്ടാലും ഞാൻ എടുക്കും ഗൈസ്. ഇവിടെ നിന്ന് നേരെ അങ്ങ് തുള്ള ഗൈസ്. അയ്യോ ജസ്റ്റേഴ്സ് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി കുറച്ച് സമയം നീന്ത ഗൈസ്. നടന്ന് കാലും തയഞ്ഞ്. എന്തായാലും ഗൈസ് എന്തായാലും നമ്മുടെ അടുത്ത് ഉള്ള സാധനം വെച്ചിട്ട് എങ്ങനെയെങ്കിലും മേലേക്ക് കയറാൻ നോക്കാം ഗൈസ്. നമ്മളെ മേലേക്ക് കയറാൻ പോവുകയാണ്. നമുക്കെന്തായാലും അവിടുന്ന് കയറാം ഗൈസ്. ഇവിടുന്ന് കയറുന്ന സേഫ് അല്ല. നമുക്കെന്തായാലും ഇവിടുന്ന് മേലോട്ടേക്ക് കയറാം ഗൈസ്. സ്ട്രക്ചർ എങ്ങനെ
കണ്ടാൽ മതിയാണ് ഗൈസ്. അതൊന്നും കാണില്ല ഗൈസ്. അവിടെ കുറച്ച് ഡിയറിനെ കാണുന്നു ഗൈസ്. ഓ മൈ ഹാർട്ടോ ഗൈസ്. ഒരു ചെറിയ ഫാൾ ഡാമേജ് കിട്ടിയ നമ്മളപ്പം ചാവും ഗൈസ്. പിന്നെ ഡിയറായിട്ട് തന്നെ തള്ളിയിടുക. ഡിയർ തള്ളിയിടണ്ട ഗൈസ്, ഞാൻ തന്നെ പോകും സ്വയം. സ്ട്രക്ചർ ഒയ്യോ ഇല്ല പേടിയാണ്. നമുക്ക് എന്തായാലും കുറച്ച് ഡയറക്റ്റ് കണക്ട് ചെയ്ത് മേലോട്ടേക്ക് പോയി. ബഗ്ഗടിച്ച് നിലത്ത് കൊണ്ട് നിന്നാൽ മതി ഗൈസ്. ബെഡ് റോക്ക് ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ സക്സസ്ഫുള്ളി തത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. സക്സസ്ഫുള്ളിയാണ് ഗൈസ് നമ്മൾ ഡൈ ആയത്. ഒരു വില്ലേജ് പോയിട്ട് ഒന്നും അറിയുന്നില്ല ഗൈസ്. അവിടെ ഗൈസ് മറ്റേ സാധനത്തിനെ കാണുന്നുണ്ട്. നമുക്കെന്തായാലും നേരെ ഈ കേവിലേക്ക് ചാടാം ഗൈസ്. കേവിലേക്ക് ചാടണ്ട, ഓരോ തമാശ വരും ഗൈസ് ഇങ്ങനെ. അയ്യോ എന്താ ഗൈസ്, എൻ്റെ ഒരു സ്പ്ലെൻഡറാ. ഗൈസ് നമ്മൾ സ്പ്ലെൻഡറിനകത്ത് ചത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞൊക്കെയാണ് അതേ വീട് പോലും കണ്ടിരിക്കുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും നേരത്തെ കണ്ട ആ ഒരു ടവർ പോലത്തെ സംഭവത്തിലേക്ക് തന്നെ ഗൈസ്, ആ ജാപ്പനീസ് സ്റ്റൈൽ ടവറിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് അടിക്കാത്ത മച്ചമ്മറിലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ പാർട്ട് 2 വരുന്നവരെ ബൈ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം.